യാത്ര പറയുകയാണ്. എങ്ങോട്ട് പോകുന്നു? ലക്ഷ്യമല്ല പ്രധാനം. പോകുന്നു പെരുമാൾപുരത്തിന് പുറത്തേക്ക്. എന്തിന്? എന്തുണ്ടായി അതിനു വേണ്ടി? നാട്ടുകൂട്ടം വിളിക്കാൻ ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം. എന്നിട്ട് കുട്ടിക്കൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൊരുൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ നേതാവിനെ തള്ളിപ്പറയുമോ എന്നറിയാൻ അവന്റെ ശ്രമമല്ലായിരുന്നു അത്? അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഒരു വേറിട്ട ശബ്ദം എന്നെ പഴിചാരുകയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ. ശിക്ഷ വിധിക്കാൻ പറയൂ. പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. എന്താ നിങ്ങൾ ഈ പറയുന്നത് നാരായണ? നിങ്ങളെ പെരുമാൾപുരം വിചാരണ ചെയ്യാനോ? വേണം, അറിയണം അവരോരോരുത്തരുടെയും മനസ്സ്. അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത്. എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ മടി കാണിച്ചു എന്ന് വരാം. ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഒരാളുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ അതിന്റെ അർത്ഥം നാരായണന് പഴിച്ചു എന്ന്. അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. വഴി തടയരുത്. പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക. പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ, അനുസരണയുള്ള പ്രജയെപ്പോലെ. വരണം രാജ്യഭ്രഷ്ടനായ ചക്രവർത്തി. സാമ്രാജ്യം നഷ്ടപ്പെട്ട് ഈ പെരുവഴിയിലേക്ക് നീ വരുന്ന നാളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. ഞാൻ ജനമെന്ന മാട്ടുക്കൂട്ടത്തിന്, പൊരുളിനെ, പദാർത്ഥത്തിന് വിറ്റും വാങ്ങിയും കൂട്ടിക്കൊടുത്തും കൈവിട്ടും പിടിച്ചു നിർത്തിയും രാഷ്ട്രീയ കച്ചവടം നടത്തുന്ന എന്റെ വർഗത്തിലെ ഏതൊരുവന്റെയും ശത്രു നീയാണ്. നടപ്പ് വ്യവസ്ഥകളിൽ നിന്ന് വേറിട്ട് പെരുമാൾപുരങ്ങൾ നാട്ടിൽ വർദ്ധിച്ചാൽ പണി വേറെ അന്വേഷിക്കേണ്ടി വരും ഞങ്ങൾക്ക്. അതുകൊണ്ട് നാരായണ, എന്റെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസിന് ഭീഷണിയാവുന്നതിനെ തല്ലി തകർത്തേ പറ്റുമെനിക്ക്. നിന്റെ ശബ്ദം വേദവാക്യമായി നെഞ്ചിലേറ്റി ആട്ടിൻപറ്റം ആ പെൺകുട്ടിയുടെ പിണത്തിനെ സാക്ഷി നിർത്തി ഞാൻ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ട്. അതാണ് പെരുമാൾപുരത്തു നിന്നും ഇറങ്ങിപ്പോന്നപ്പോ നിന്റെ വഴി അവർ തടയാതിരുന്നത്. നീ ഒടുങ്ങണം. നിന്റെ തമ്പുരാൻ പരമ്പരയിൽ മണ്ണിനും പൊന്നിനും പെണ്ണിനും വേണ്ടി നിന്റെ പൂർവികർ നടത്തിയ കളികളിൽ, അംഗങ്ങളിൽ അറിയാതെ ചട്ടുകുമായി പോയ വേലപ്പൻ പൂശാരിമാരുടെ അനന്തര തലമുറയുടെ സ്വപ്നമാണത്. അച്ഛന്റെ താങ്ങും തണലുമില്ലാതെ വളർന്നവനാ കുട്ടിക്കൃഷ്ണൻ. ആ വളർച്ചയുടെ ഓരോ പടവിലും എന്നെ മുന്നോട്ട് നയിച്ച ശക്തി ഒരു നാൾ കാളിയാർ മഠത്തിലെയും ദേവർ മഠത്തിലെയും പിൻതലമുറ തമ്മിൽ ആയുധമെടുത്ത് ചോര വീഴ്ത്തി ചാവുന്നത് കാണും ഞാൻ എന്ന് വിശ്വാസമായിരുന്നു. ഇതാ അതിന്റെ വേദിയാണ് ഈ മണ്ണ്. കാത്തിരിപ്പുണ്ട് കാളിയാർ മഠം ഗിരിയും കൂട്ടരും നിന്നെ. ഒന്നുകിൽ അവന്റെ കൈകൊണ്ട് നീ, അല്ലെങ്കിൽ അവനെ കൊന്ന് നീ ജയിലിലേക്ക്. എങ്കിൽ തിരിച്ചിറങ്ങി വരും കാലം പെരുമാൾപുരം എന്ന നിന്റെ ആ കനാൻ ദേശത്ത് എന്റെ പാർട്ടിയും ഞാനും തട്ടകം പണിഞ്ഞിരിക്കും. ചെല്ല്, മരണക്കെണിയിലേക്കോ കൊലക്കത്തി എടുക്കാനോ എനിക്കൊന്ന് കാണണം ഈ ഒടുക്കത്ത അംഗം. എടാ പരമ കൊലയാടി മോനെ കുട്ടിക്കൃഷ്ണ, വർഷം 5 കഴിയുമ്പോ നാട്ടിലെ പള്ളിക്കൂടത്തിന്റെ വരാന്തകളിൽ വരി നിന്ന് ചൂണ്ടുവിരലിൽ കറുത്ത പുള്ളി കുത്തി നിന്റെയൊക്കെ പേരിനും ചിഹ്നത്തിനും നേർക്ക് പ്രാർത്ഥനയോടെ സീല് കുത്തി തിരുവനന്തപുരത്തേക്കും ഡൽഹിക്കും നിന്റെ വർഗത്തെ കയറ്റി വിടുമ്പോ നീ പറഞ്ഞ മാട്ടുകൂട്ടം ചില സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നത്തിനാണടാ നീയൊക്കെ കറൻസി നോട്ടിനും വിസ്കി കുപ്പിക്കും അന്തിക്കൂട്ടിന് കിട്ടുന്ന ചായം തേച്ച മാംസത്തിനും വിൽക്കുന്നു. വോട്ട് തേണ്ടി ഉഷ്ണിച്ച് വീട് വീടാന്തരം കയറി ഇറങ്ങുമ്പോ ഉളുപ്പും മാനവും ഇല്ലാതെ ഛർദിച്ചതെല്ലാം വിഴുങ്ങാനും ഉലഭ്യം പറഞ്ഞു നടന്നവനെ പങ്കാളിയാക്കാനും അതിനെ നാണക്കേടില്ലാതെ ന്യായം പറഞ്ഞ് ന്യായീകരിക്കാനും കഴിയുന്ന നീ അടങ്ങുന്ന തന്തയില്ലപ്പട ഭയക്കുന്നുണ്ടല്ലേ പെരുമാൾപുരത്തിനെ? ഭയക്കണംടാ, ഭയക്കണം. വെള്ളക്കാരൻ വെച്ചൊഴിഞ്ഞുപോയി ഇരിപ്പടങ്ങളിൽ മാറി മാറി കയറിയിരുന്ന് ദരിദ്ര കോടികളുടെ അണ്ണാക്കിലേക്ക് കഴുകാതെ തള്ളിക്കയറ്റുന്ന ജനാധിപത്യം എന്ന പേരുള്ള ഭരണത്തിന്റെ ചെങ്കോലുണ്ടല്ലോ, അത് വെട്ടിയെറിഞ്ഞ് പട്ടിക്കെറിഞ്ഞു കൊടുക്കാൻ
ഇന്നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്ന ദിവസം വിദൂരമല്ല കുട്ടിക്കൃഷ്ണ. പെറ്റ തള്ള ചത്താൽ ആ ശവം കെട്ടിവലിച്ച് നാട് നീളെ വോട്ട് തണ്ടാൻ മടിക്കാത്ത നീ എന്താ കരുതിയേ? ആ പാവം കുഞ്ഞിന്റെ മൃതശരീരത്തിന് മുന്നിൽ നീ നടത്തിയ പ്രസംഗം കേട്ട് എന്റെ ജനത വീണുപോയെന്നോ? നാരായണൻ ആരും കൈവിട്ടിട്ടില്ലടാ. പുറകിൽ വിട്ടിട്ട് പോന്ന മണ്ണിലല്ല നാരായണൻ ജീവിക്കുന്നത്. പെരുമാൾപുരത്തെ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലാണ്. നീ പകയുടെ പ്രതികാരത്തിന്റെ കഥ പറഞ്ഞല്ലോ. വേലപ്പൻ പൂശാരി എന്ന നിന്റെ തന്ത അരക്കുപ്പി കള്ളിനും 500 നോട്ടിനും വേണ്ടി എന്നെ ഒറ്റുകൊടുത്തവനാണ്, കള്ളസാക്ഷി പറഞ്ഞവനാണ്. തെറ്റുകൾ ഏറ്റുപറയാനും ക്ഷമ ചോദിക്കാനും വന്ന വൃദ്ധനെ ഒരു നോട്ടം കൊണ്ടുപോലും നാരായണൻ വേദനിപ്പിച്ചിട്ടില്ല. ആയ കാലത്ത് മൂപ്പിൽ കുഞ്ഞമൂന്നാരുടെ ചൂലായും ചൂട്ടുകെട്ടയായും നടന്ന നിന്റെ അച്ഛനെ ഓർത്ത് സഹതപിക്കുന്നതിന് പകരം എന്നെ ശത്രുവായി പ്രഖ്യാപിച്ച് നിഴൽ യുദ്ധം നടത്തുകയല്ല വേണ്ടത്. നാരായണന്റെ അന്ത്യം നീ കരുതുന്നത് പോലെ സംഭവിച്ചാൽ, ഒരു കൊലക്കത്തിയിൽ ഒടുങ്ങിയാലും കൊലയാളിയായി തുറുങ്കിലടക്കപ്പെട്ടാലും പെരുമാൾപുരം അനാഥമാവില്ലടാ. നിന്റെ പാർട്ടിയും വ്യഭിചാരപ്പണം കൊണ്ട് തുന്നി അതിന്റെ കൊടിയും ആ മണ്ണിൽ ഉറക്കില്ല, ഉറച്ചു നിൽക്കില്ല. അത് അനുവദിക്കില്ല ആ നാടിന്റെ മക്കൾ. കാരണം നാളിതുവരെ അവരെ നയിച്ചത് നിന്നെപ്പോലെ ഒരു രാഷ്ട്രീയ എംബോക്കിയല്ല. പകരം സഹനത്തിന്റെ, നന്മയുടെ, ധർമ്മത്തിന്റെ ഭാഷയും ജീവിതവും അവരെ പഠിപ്പിച്ചവനാണ്. അതുകൊണ്ടാണ് അവനെ അവർ പ്രജാപതി എന്ന് വിളിക്കുന്നത്. വഴിമാറ്, എനിക്ക് അവനെയാണ് കാണേണ്ടത്. എന്റെ നാടിന്റെ വിളക്കായിരുന്ന പാവം കുട്ടിയുടെ അന്നത്തിൽ പാഷാണം കലക്കിച്ച പരമനാറിയെ. മാറി നിൽക്കടാ MLA. Amare,
എന്ന അധമ ജന്മത്തിനെ ഈ മണ്ണിൽ പിറന്നു വീഴുന്നതിന് മുമ്പേ കൊല്ലേണ്ടതായിരുന്നു. ഗർഭാവസ്ഥയിൽ നിന്ന് ജാതകം പ്രവചിക്കാൻ ആകാശത്ത് മഹത്വാക്യങ്ങളൊന്നും മുഴങ്ങിയില്ല. അതിന്റെ ശിക്ഷ അനുഭവിച്ചു പലരും അനവധി തവണ. ഇവിടെ ഞാൻ ഉപേക്ഷിക്കുകയാണ് നിന്നെ. തകർന്ന അസ്ഥിബന്ധങ്ങൾ മുളവെച്ച് കെട്ടി ശേഷം ജീവിതം പിഴയ്ക്കാൻ വെറുതെ വിടുകയാണ് നിന്നെ ഞാൻ. ആ അവകാശം ഞങ്ങൾക്ക് വിട്ടുതരണം. നാരായണ, ഏത് മനുഷ്യജന്മത്തിനും കാണും ഒരു ലക്ഷ്യം, ഒരു കാരണം. ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എനിക്കോ ഈ ലോകത്തിനോ ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. ഒരു സൽക്കർമ്മം ചെയ്യാൻ എന്നെ അനുവദിക്ക്. ഞാൻ കൊല്ല ഇവനെ, ഈ വൃത്തികെട്ട ജന്തുവിനെ. ഇല്ല, ഈ മ്ലേച്ഛനെ കൊന്ന് നിങ്ങളുടെ കൈകൾ അശുദ്ധമാക്കണം. കുമാര, അതവന്റെ വിധിയാണ്. അവൻ ഇന്നാൾ വരെ ഉപയോഗിച്ചതിൽ വെച്ച് ഏറ്റവും നികൃഷ്ടമായ ആയുധം അതാണ് കുമാരൻ. ആ ആയുധം അവസാനം ഗിരിയെ തിരിഞ്ഞു കുത്തി. എല്ലാ പാപങ്ങളും കഴുകിക്കളയട്ടെ ആകാശങ്ങളുടെ അധിപന്റെ ദയാവായ്പായ ഈ മഴ.